വിഖ്യാത അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദിന്റെ മന്ത്രിയായിരുന്ന യഹിയ ബിൻ ഖാലിദുൽ ബർമക്കി ധനാഢ്യനും പ്രതാപശാലിയുമായിരുന്നു. പക്ഷേ പിന്നീട് ബർമക്കികൾക്ക് പല കാരണങ്ങളാൽ ജയിലിൽ ശിഷ്ടജീവിതം തള്ളി നീക്കേണ്ടി വന്നു. ഒരിക്കൽ തൻ്റെ മകനായ ഫലിൽ യഹിയയോട് ചോദിക്കുകയുണ്ടായി, ധനാഢ്യരും പ്രതാപികളുമായിരുന്നല്ലോ നമ്മൾ, പിന്നെ എന്താണ് നമ്മൾക്ക് സംഭവിച്ചത്? യഹിയ പറയുകയുണ്ടായി, എൻ്റെ മോനെ, രാത്രിയിലെ യാമങ്ങളിലെ വല്ല മർദ്ദിതൻ്റെയും പ്രാർത്ഥനയുടെ ഉത്തരമാകാം. നമ്മൾ അവകളോട് അശ്രദ്ധ കാണിച്ചെങ്കിലും അള്ളാഹു അശ്രദ്ധ കാണിക്കില്ലല്ലോ. മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക. പ്രിയരെ, മർദ്ദിതൻ്റെ പ്രാർത്ഥന വേദനിപ്പിക്കുന്നവൻ്റെയും നീതിക്കുവേണ്ടി നിലവിളിക്കുന്നവൻ്റെയും ഹൃദയത്തിൽ നിന്നുയരുന്ന ശക്തമായൊരു യാചനയാണ്. ഓരോ വ്യക്തിയുടെയും ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന് ഓരോ നിമിഷവും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വെളിച്ചം പരത്താം. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും മാനിച്ച് അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും.